ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇപ്പോൾ ട്രെൻഡ് കളിക്കണം ഗംഗം സ്റ്റൈൽ എന്നുള്ള മ്യൂസിക് വെച്ചുള്ള ഈ ഒരു ട്രാൻസിഷൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുള്ള ഈ ഒരു എഡിറ്റിംഗിന്റെ ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഫ്രണ്ട്സ് വെച്ചിട്ട് അതുപോലെ നമ്മുടെ ഫാമിലീസ് അങ്ങനെ ഓരോ മെമ്പേഴ്സിനൊക്കെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നൈസ് ആയിട്ട് റീലാണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ മെത്തേഡ്സ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് CapCut ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ CapCut ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മുകളിലത്തെ ന്യൂ പ്രൊജക്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ഞാനൊരു 10 വീഡിയോ ക്ലിപ്സ് അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10 വീഡിയോ ക്ലിപ്സ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നാമത്തെ വീഡിയോ പറയുന്നത് ഗ്രൂപ്പായിട്ട് എല്ലാവരും നിൽക്കുന്ന വീഡിയോയും പിന്നെ ബാക്കിയുള്ള 9 വീഡിയോസ് പറയുന്നത് ഓരോരുത്തരും സിംഗിൾ ആയിട്ടുള്ള ഓരോ വീഡിയോസ് ആണ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എഡിറ്റ് ചെയ്യേണ്ട ക്ലിപ്സ് കാര്യങ്ങളൊക്കെ CapCutലേക്ക് അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിലെ റേഷ്യോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോന്റെ ആസ്പെക്ട് റേഷ്യോ 9:16 എന്ന ആസ്പെക്ട് റേഷ്യോ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യലാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മ്യൂസിക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് നമ്മളോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞ ഈ മ്യൂസിക്കിന്റെ ബീറ്റ് കാരണമനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തതിൽ 10 ക്ലിപ്സിന്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആഡ് ചെയ്ത ഒന്നാമത്തെ ഗ്രൂപ്പായിട്ടുള്ള വീഡിയോയുടെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 2.5 സെക്കൻഡ് ആക്കി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു 9 വീഡിയോസിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.5 സെക്കൻഡും ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി സെക്കൻഡ്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഇനി നമ്മൾ ആഡ് ചെയ്ത ക്ലിപ്സിന് സ്ലോമോ കൊടുക്കലാണ്. അപ്പോൾ സ്ലോമോ പറയുന്നത് നമ്മൾ എല്ലാത്തിനും ഒരു ഗ്രാഫാണ് സെറ്റ് ചെയ്യുന്നത്. എല്ലാത്തിനും മീൻസ് ഒന്നാമത്തെ വീഡിയോ ഒഴിച്ചിട്ട് ബാക്കിയുള്ള 9 വീഡിയോസിന് നമ്മൾ ഒരു ഗ്രാഫാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഗ്രാഫ് പോയിട്ട് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചു തന്ന ഗ്രാഫ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ലാസ്റ്റത്തെ 9 വീഡിയോസിൽ നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഒന്നാമത്തെ ക്ലിപ്പിൽ നിങ്ങൾക്ക് സ്ലോമോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലോമോ കൊടുക്കാം. അത് ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോക്ക് സ്ലോമോ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡ്യൂറേഷനിൽ മാറ്റം വരും 2.5 സെക്കൻഡ്. അപ്പോൾ നിങ്ങൾ സ്ലോമോ കൊടുത്തിട്ട് പിന്നെ വീണ്ടും അത് 2.5 സെക്കൻഡിലേക്ക് നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി അതിന്റെ ഡ്യൂറേഷൻ. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളോട് ആഡ് ചെയ്ത ക്ലിപ്സിനുള്ള സ്ലോമോസ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പിലേക്ക് ചെറിയൊരു എഫക്റ്റ് കൊടുക്കലാണ്, ഒരു ബ്ലറിംഗ് എഫക്റ്റ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയിക്കാൻ നിൽക്കുകയാണ്. മറ്റു ഓപ്ഷൻസിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗിൽ അവിടെ ഡയമണ്ട് സൂം എന്നുള്ള എഫക്റ്റ് ഉണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഒന്നാമത്തെ വീഡിയോ ക്ലിപ്പിന്റെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് അതിന്റെ ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ വീണ്ടും ആ വീഡിയോ എഫക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് അവിടെ ബ്ലാക്ക് ഫ്ലാഷ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും. അത് ഇതേപോലെ നിങ്ങൾ ഒന്നാമത്തെ വീഡിയോക്ക് തന്നെ അതിന്റെ ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഈ ബ്ലാക്ക് ഫ്ലാഷ് കൂടി നമ്മളൊരു വീഡിയോയിലേക്ക് അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു റീലിന്റെ എഡിറ്റിംഗിന് ഇപ്പോൾ 90% ഇവിടെ എഡിറ്റിംഗ് ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി ചെയ്യുന്നത് ഇതിലേക്ക് ചെറിയൊരു മോഷൻ ബ്ലറിന്റെ എഫക്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ ആ ഒരു മോഷൻ ബ്ലറിന്റെ എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ കാണുന്നവരായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത്. കാരണം ഇതേപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ട് ട്രെൻഡിംഗ് ആയിട്ടുള്ള വീഡിയോസിന്റെ അതുപോലെ ഫോട്ടോസിന്റെ ട്യൂട്ടോറിയൽസ് ആണ് നമ്മുടെ ചാനൽ കൂടുതലായി അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ ചെക്ക് ഔട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് ചെറിയ മോഷൻ ബ്ലറിന്റെ എഫക്റ്റ് ആഡ് ചെയ്യലാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ക്ലാരിറ്റിയിലിട്ട് നിങ്ങളുടെ ഗാലറിക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ ഒരു എക്സ്പോർട്ട് ചെയ്ത് കിട്ടിയ ഒരു വീഡിയോ നിങ്ങൾ പുതിയൊരു ന്യൂ പ്രൊജക്റ്റ് ആയിട്ട് നമ്മുടെ CapCutലേക്ക് ആഡ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്ത് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ മോഷൻ ബ്ലർ എന്നൊരു എഫക്റ്റ് ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് അതിന്റെ മേലത്തെ 2 അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ 100% ആക്കി കൊടുക്കുക. എന്നിട്ട് അതിലെ ഡ്യൂറേഷൻ എന്നുള്ളത് 1 പിന്നെ അതിന്റെ ടൈം എന്നുള്ളത് നിങ്ങൾ 4 ടൈമും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ലോഡിംഗ് ഉണ്ടാവും. ഈ ഒരു മോഷൻ ബ്ലറിന്റെ എഫക്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന്റെ ഒരു ടൈമിംഗ് ആണത്. അപ്പോൾ ആ ഒരു ടൈമിംഗ് അവിടെ ഫിനിഷിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നേരെ ഗാലറിക്ക് എക്സ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു എക്സ്പോർട്ട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റീലിന്റെ എഡിറ്റിംഗ് കൂടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്ത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.